Hi Hi guys, guys, welcome back to Bald and Beard Vlogs. ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയിൽ നമ്മൾ അതിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്ത് ടീസർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലൊരു പാട്ടാണ്. നമ്മളെ പ്രണവ് മോഹൻലാലിന്റെ നല്ല സുന്ദര മുഖം നമ്മളല്ലേ. ആ ഒരു മുഖം കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേവദൂതൻ സ്റ്റൈൽ ഓഫ് മോഹൻലാൽ കിട്ടി. യെസ് യെസ്. അപ്പൊ ആ ഒരു പാട്ട് നമ്മൾ 18 മണിക്കൂറായി ഇറങ്ങിയിട്ട്, 18, 10, 20 മണിക്കൂറായി. സോ ഇപ്പൊ തന്നെ ഒരു 1 മില്യന്റെ അടുത്ത് വ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ആ പാട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നീ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്? ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ സ്റ്റാർട്ട് ആക്കാം അല്ലേ? സ്റ്റാർട്ട് ആക്കാം. Okay, let's start the video here. റിലാക്സിംഗ്. ലാലേട്ടൻ അവിടെ ഇവിടെ മിന്നിമായി നോക്കണം കേട്ടോ. കയ്യൊക്കെ നോക്ക്. ചിരി ചിരി. ആ ഒരു ആംഗിൾ ഉണ്ടോ? പണ്ടത്തെ ലാലേട്ടൻ തിരിച്ചു വരുന്നുണ്ടല്ലേ? അതെ. ബാക്കൊക്കെ നോക്കിയേ, ആ ചെരിവുള്ള പോലെ. ശ്രീനിവാസൻ വോയിസ്. വോയിസ് അല്ലേ? ഇവിടെ കറക്റ്റായിട്ട് ആപ്റ്റ് ആവുന്നുണ്ട് വോയിസ്. കൂട്ടല്ലേ? കൂട്ടാണ്, അതാണ്. സൈഡൊക്കെ സിനിമയില് പാട്ട് അതാണ്. ഇവിടൊക്കെയോ ലാലേട്ടൻ മാനറിസം വരുന്നുണ്ട്. മോനല്ലേ ഉണ്ടാവാതിരിക്കും. പല്ലടി അതാ എൻജോയ് ചെയ്ത് പാടുന്ന ഒരാള്. ആ ബാത്ത് പാട്ടല്ലേ? വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് നന്നായിട്ട് ആപ്റ്റ് ആവുന്നുണ്ട് പ്രണവ്. അതാണ് എന്തൊരു സന്തോഷം ഫീൽ ചെയ്തല്ലേ? നമുക്ക് കുറെ കാലമായി അറിയാവുന്ന ഒരാൾക്ക്. ഇങ്ങനെ വരുന്നുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും.
വാവ് 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 വാവ്. ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ പ്രണവ് ഈസ് കാച്ചിങ് അവർ ഐസ് എവ്രിവെയർ. ഏതൊക്കെ ആംഗിളിൽ ക്യാമറ പോകുന്നുണ്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അവനെ കാണാൻ വേണ്ടി ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്താ പറയാ, ലാലേട്ടന്റെ പഴയ ലാലേട്ടൻ ഇപ്പൊ തിരിച്ചു വന്ന പോലെ ഒരു അവസ്ഥയാണ്. ഇപ്പൊ എവിടെ നോക്കിയാലും ലാലേട്ടൻ ചില മാനറിസങ്ങൾ, ആ കണ്ണുകൊണ്ടുള്ളത്, ആ ചിരി, പിന്നെ പാടുന്ന ടൈമില് ലാലേട്ടന്റേതായ ഒരു കൈകൊണ്ടൊക്കെ ഒരു ഉം. ഒരു ആ ഒരു ചെരിവൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ചെരിവും ആ ബാക്കിന്ന് കാണിക്കുന്ന ഒരു ആംഗിളിൽ ഒരു ചെരിവൊക്കെ കാണുമ്പോൾ ലിറ്ററലി നമുക്ക് അത് ലാലേട്ടനാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ശരിക്കും മൂപ്പര് പ്രണവ് എന്ന് പറഞ്ഞ അസാധ്യ നടൻ തന്നെയാണ്. ബിക്കോസ് മൂപ്പർക്ക് ഒരു എന്താ പറയാ, ഒരു സിനിമ കഴിഞ്ഞ് പിന്നെ കാണാൻ കുറേ ടൈം എടുക്കും മൂപ്പര് ഹിമാലയ യാത്രയും കാര്യങ്ങളായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മൂപ്പര് ഒരു സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ പഴയ ലാലേട്ടനെ, നമുക്ക് പഴയ ലാലേട്ടൻ ഇനിയും ലാലേട്ടനോടും കാണാം. ഇനിയും മൂപ്പര് മൂപ്പരുടെ ഫേസ് എന്ന് പറഞ്ഞാൽ പഴയ ലാലേട്ടനെ തന്നെ. ആ കമലദളം, ആറാം ഉം. തമ്പുരാനും എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പാട്ടും ആ പാട്ടിന്റെ എനിക്ക് ശരിക്കും ദേവദൂതൻ വൈബ് തന്നെയാണ് കിട്ടുന്നത്. ആ ഒരു വേഷവും അതൊക്കെ കാണുമ്പോ ആ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ആ, മോഹൻലാൽ വരുന്ന ആ ഒരു സീനില്ലേ ദേവദൂതനില്, അതൊക്കെ ഇങ്ങനെ ഫീൽ കിട്ടുന്നത് ഇത് പിന്നെ കാണുമ്പോ. എനിക്ക് ആറാം തമ്പുരാനിലെ ഒരു ആറാം തമ്പുരാൻ സോറി ഉസ്താദ് ഉസ്താദിലൊരു സീൻ ഉണ്ടല്ലോ, അല്ല പാട്ടുണ്ടല്ലോ, ആ പാട്ടിനും ആ കറക്റ്റ് ഹാർമോണിയം വെച്ച് ഇതാക്കുന്ന ഹാർമോണിയം ആ വെച്ച ഒരു പാട്ട്. കറക്റ്റ്. ഏതായാലും പാട്ട് പൊളിച്ച്. വിനീത് ശ്രീനിവാസന്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം. പക്ഷെ ആ മൂപ്പർക്ക് ഈ പ്രണവ് മോഹൻലാലിന്റെ ആ ഒരു വോയിസും അല്ലെങ്കിൽ ആ ഒരു ബോഡി ലാംഗ്വേജും ഒരു കറക്റ്റ് ആയിട്ട് കറക്റ്റ് മാച്ച് ആപ്റ്റ് ആവുന്നുണ്ട്. ആവുന്നുണ്ട് അല്ലെ. പിന്നെ വെച്ചാല് പ്രണവിന്റെ ഓരോ ആക്ടിങ്ങിന്റെ രീതിയിലും പുള്ളിക്കാരൻ ഓരോ ടൈം വരുമ്പോഴും പോളിഷ് ചെയ്ത് കറക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. കറക്റ്റ് കറക്റ്റ്. എന്താ പറഞ്ഞാൽ ഫസ്റ്റ് അഭിനയിച്ച ആ രീതിയല്ല. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോ മറ്റേ എന്തായിരുന്നു ലാസ്റ്റ് ഇറങ്ങിയ സിനിമ ഹൃദയം ഹൃദയത്തിലൊക്കെ നല്ല കിടുവായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈനെ ഇപ്പം കാണുന്ന സമയത്ത് കുറച്ചും കൂടി പോളിഷ് ആയ രീതിയിൽ കുറച്ചും കൂടെ ഒന്ന് വരുന്നുണ്ട്. വണ്ണം വെച്ചു. ആളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തുമ്പോ അതേപോലെ ആക്ടിങ്ങിലും കുറച്ച് പോളിഷ്ഡ് ആയ പോലെ തോന്നുന്നത് കാണുമ്പോൾ. ക്യൂട്ട് ലുക്കാണ്, വേറെ ലക്ഷ്യമില്ല. പടം എന്തായാലും വെരി വെരി എക്സൈറ്റഡ്, വെരി വെരി എന്താണ് ആ ഒരു ഈ പാട്ട് കൂടി വന്നപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ചും കൂടി ഒന്ന് കൂടിപ്പോയി. കൂടിയിട്ടുണ്ട്. എനിവേ വിനീത് ശ്രീനിവാസന്റെ പാട്ടിനും അല്ലെങ്കിൽ ഈ ഒരു സിനിമക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് അല്ലേ, Yes, വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷം. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് us again and signing Signing off. off.